ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കറിക്കായിട്ട് കുറച്ച് ഏട്ടക്കൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകണേ, കാരണം അതിനൊരു പ്രത്യേക ഉളുമ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നല്ലവണ്ണം ഉപ്പിട്ട് കഴുകി എടുക്കണം. പിന്നീട് നമ്മളൊരു ചട്ടി എടുത്ത് എനിക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോൾ കറിച്ചട്ടിയിൽ വെക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ നമുക്ക് മീൻകറിക്ക് ഉലുവ കടുകൊക്കെ ഇട്ട് കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വഴറ്റണേ. അപ്പോൾ അതിന് ശേഷം നല്ലോണം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി, കുറച്ച് നോർമൽ മുളക് പൊടി അതൊക്കെ കൂടെ ഇട്ട് അതിൻ്റെ ആ പൊടിയുടെ പച്ചപ്പ് മാറുന്നിടം വരെ കണ്ടോ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സിയിലേക്ക് നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കുരിയിലെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് നല്ലവണ്ണം അതങ്ങോട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുടംപുളിയും കൂടെ ഇടണേ. പിന്നെ നമ്മൾ എന്താ പറയുക, കറിക്ക് ഇന്ന് ചോറിന് കറിക്ക് കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ ആ മത്തി നമ്മൾ കണ്ടപ്പോൾ ചെറിയ മത്തി ആയതുകൊണ്ട് അത് വറക്കാമെന്ന് വെച്ചിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ മത്തി വറുത്തത് ഇന്ന് ഏട്ടക്കൂരി കറിയും കൂടെയാണ് ഇന്ന് എൻ്റെ ചോറിൻ്റെ കറികൾ കേട്ടോ. എൻ്റെ മീൻകറി പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മെയിനായിട്ട് മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്നുകൂടെ കൂടും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ ഈ കൂരി മത്തിക്കറിയൊക്കെ കൂട്ടി ആണ് ഇന്ന് എൻ്റെ ഡിഷ് എന്ന് ഉച്ചക്കത്തെ ഐറ്റം ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ മീൻ പ്രത്യേകതയുണ്ട്, കാരണം അതിൻ്റെ ആ ഒരു മാംസമില്ലേ വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ.